കണ്ണൂർ ഏരിയക്ക് ഒരു ചരിത്ര നിമിഷമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിനൊരു ഭവന നിർമ്മാണം ചെയ്യാൻ ദൈവം ഞങ്ങളെ സാധിപ്പിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ താക്കോൽദാനം നിർവഹിക്കാൻ വേണ്ടി വന്ന മലബാർ മാഹയുടെ ബിഷപ്പ് റൈറ്റർ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിക്ക് ഏരിയയുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഈ താക്കോൽദാന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലബ് സെക്രട്ടറി റവറൻ ജേക്കബ് ഡാനിയൽ അച്ഛനെയും ഏരിയയുടെ പേരിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫറോക്ക് ഇടവകാരി റവറൻ പി റെജിനോൾഡ് അച്ഛൻ, മലബാർ മാഹയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി റവറൻ ബിബിൻ മാത്യു അച്ഛൻ, അറബി വികാരി റവറൻ സുജിത് കുര്യൻ അച്ഛൻ, കണ്ണൂർ ഏരിയ പ്രസിഡന്റ് റവറൻ റോബർട്ട് ജോൺ അച്ഛൻ, ട്രഷറർ ഡെയ്സൺ, അതോടൊപ്പം വന്ന വൈദികർ, സഭാജനങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിഷപ്പ്, ക്ലർജി സെക്രട്ടറി, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, ഉപദേശിമാരെ, കണ്ണൂർ ഏരിയ യുവജന സഖ്യത്തിൻ്റെ ഭാരവാഹികളെ, മറ്റ് കണ്ണൂർ ഏരിയ യുവജന സഖ്യത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളും, ഞങ്ങളെ കണ്ണൂർ ഏരിയ യുവജന സഖ്യത്തെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള നല്ല സപ്പോർട്ടുകൾ നൽകി ഇന്ന് ഈ ഫംഗ്ഷനിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അഭ്യുദയ കാംക്ഷികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരും വളരെ മൗനമായിരുന്നു. കാരണം ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. ഏറ്റെടുക്കാനായിട്ട് യുവജനങ്ങൾ എന്നുള്ള നിലയിൽ അവർക്ക് അല്പം ധൈര്യക്കുറവ് കാണിച്ചു. എന്നാലും എൻ്റെ മനസ്സിൽ ഈ ഒരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ താല്പര്യമുണ്ടാകാനുള്ള കാരണം ബിജിയുടെ അമ്മയാണ്. ബിജിയുടെ അമ്മ ഞാൻ വള്ളിത്തോടിരിക്കുന്ന അവസരത്തിലും മറ്റ് മീറ്റിങ്ങുകൾക്കോ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന അവസരത്തിൽ എന്നോട് വന്ന് പറയും, എൻ്റെ മോൾക്കൊരു വീട് പണിത് കൊടുക്കണം, എൻ്റെ മോൾക്കൊരു വീട് പണിത് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവരുടെ നിരന്തരമായിരിക്കുന്ന ആ അപേക്ഷയിലാണ് എനിക്ക് ഈ ഭവനത്തോടൊരു താല്പര്യം, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിനോടൊരു താല്പര്യം വരാനും ഇതിനുവേണ്ടി പരിശ്രമിക്കുവാനുമായിട്ടിടയായത്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവസരത്തിലാണ് തളാപ്പിലെ മേരി ടീച്ചറെ ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കിട്ടിയത് മേരി ടീച്ചറുടെ വശത്തു നിന്നാണ്. മേരി ടീച്ചർ 1,00,000 ചെക്ക് ഡെയ്സൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഡെയ്സൺ പറഞ്ഞു, ഞാൻ വാങ്ങിക്കില്ല, ഞാൻ ഏരിയ പ്രസിഡന്റ് അച്ഛൻ റോബർട്ട് അച്ഛനും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് വരാം, അങ്ങനെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിലാണ് പിന്നീട് ഞങ്ങളിതിൻ്റെ പ്രവർത്തനത്തിന് വലിയൊരു ബൂസ്റ്റർ ഡോസ് അതിൽ നിന്നാണ് കിട്ടിയത്. ബഹുമാന്യരായ അച്ഛന്മാരെ, മറ്റ് ശുശ്രൂഷകരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത്. കണ്ണൂർ ഏരിയ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവരുടെ പ്രയത്ന ഫലമായിട്ട് ഇന്ന് ഒരു ഭവനം പണിത് ഈ കുടുംബത്തിന് നൽകാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. നിങ്ങളിലൂടെ ദൈവമാണ് പ്രവർത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും മഹാഡയുടെ പേരിൽ അഭിനന്ദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏരിയ പ്രസിഡന്റുമാരായിട്ട് പ്രവർത്തിച്ച അച്ഛന്മാർ, റെജിനോൾഡ് അച്ഛൻ, രാജു ചീരൻ അച്ഛൻ, റോബർട്ട് അച്ഛൻ, അതുപോലെ തന്നെ സെക്രട്ടറിമാരായിട്ട് പ്രവർത്തിച്ചവർ, ട്രഷറർമാരായിട്ട് പ്രവർത്തിച്ചവർ, മറ്റ് വിവിധ തരത്തിൽ ഈ പ്രോജക്റ്റിനെ സഹായിച്ചവർ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തിരുമേനി, പ്രിയ റോബർട്ട് അച്ഛൻ, റെജിനോൾഡ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സഭാവിശ്വാസികളെ, ഒരു വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിലൊക്കെ നിമിഷമാണിപ്പോൾ. ഒത്തൊരുമയും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതിന് സംശയമില്ല. അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഭവനം. ഒരു
കുടുംബത്തിൻ്റെ പ്രാർത്ഥന, അവരുടെ സുരക്ഷിതമായൊരു ഭവനം വേണമെന്നുള്ള അവരുടെ ആഗ്രഹം. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമാണ് നല്ലൊരു ഭവനം വേണമെന്നുള്ളത്. ആ കുടുംബം അതിനായിട്ട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അനേകരെ അതിനായിട്ട് ഒരുക്കി. പെറ്റിനോളത്തിനെ ആയാലും റോബർട്ടച്ചനെ ആയാലും അതുപോലെ തന്നെ യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രിയ ഡൈസിനെയും സാംസനെയും ഒക്കെ ദൈവം അതിനായിട്ട് ഒരുക്കി, ശക്തീകരിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലെ ഉപകരണം മാത്രമാണ്. നമ്മളെ ദൈവം എടുത്തുപയോഗിക്കുകയാണ് ഓരോ ദൗത്യത്തിനു വേണ്ടി. അങ്ങനെ ദൈവം ഉപയോഗിച്ചപ്പോഴാണ് ഈ ഭവനം യാഥാർത്ഥ്യമായി തീർന്നത്. ഈ ഭവനത്തിൽ പാർക്കുന്ന പ്രിയ മക്കളുടെ മനസ്സിൽ എന്നും ആ ഒരു നന്ദിയുണ്ട്. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടു, ഞങ്ങൾക്കൊരു ഭവനം നീ തന്നു എന്നുള്ളത്. പ്രത്യേക ഈ ഒരു ഭവനത്തിൻ്റെ ഓരോ കല്ലിലും ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, കൂട്ടായ പരിശ്രമമുണ്ട്. എല്ലാത്തിനും അപ്പുറമായിട്ട് മലബാർ മഹായിടവ കണ്ണൂർ ഏരിയ യുവജന സഖ്യത്തിൻ്റെ വലിയൊരു കൂട്ടായ പ്രവർത്തനം ഈ ഓരോ കല്ലിൻ്റെയും പിന്നിലുണ്ട്. പ്രത്യേകാല ഇതിനു വേണ്ടി അധ്വാനിച്ച, ഇതിനു വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച റോട്ടച്ചനെ, അതോടൊപ്പം ഏരിയ ഭാരവാഹികൾ, അതോടൊപ്പം കണ്ണൂർ ഏരിയയിലെ ഓരോ യുവജനങ്ങളെയും, ഓരോ സഭയെയും, ഇതിനുവേണ്ടി അധ്വാനിച്ച, ഇതിനോട് സഹകരിച്ച മലബാർ മഹയിലെ വിവിധ സഭകൾ, വിവിധങ്ങളായ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയ ഓരോരുത്തരെ ഈ സമയത്ത് അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഇന്ന് ഇവിടെ കാണുന്ന ഈ മനോഹരമായ ഒരു ഭവനം ഈ ഒരു കുടുംബത്തിന് നമുക്ക് നൽകുവാനായിട്ട് സാധിച്ചതെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകാല മലബാർ മഹായിടവയിലെ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയാണ് കണ്ണൂർ ഏരിയ യുവജന സംഘടന. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. തുടർന്നും സഭയ്ക്കും സമൂഹത്തിനും ഏരിയയ്ക്കും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരു ഊർജ്ജസ്വലത വീണ്ടും മുന്നോട്ട് നയിക്കുവാനായിട്ട് സർവശക്തനായ ദൈവത്തോട് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള ബിഷപ്പ് തമ്പിയച്ചൻ, യൂത്തിൻ്റെ ജനറൽ സെക്രട്ടറി റോബർട്ടച്ചൻ, മറ്റേ വിശിഷ്ട വ്യക്തികളെ, അച്ഛന്മാരെ, എപ്പോഴും ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് കണ്ണൂർ ഏരിയയിൽ നിന്നാണ്. നെട്ടൂരായിരുന്നു എൻ്റെ ആദ്യത്തെ, ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുത്തത് 1993, 31 വർഷം മുൻപ്. കോർഡിനേഷൻ കിട്ടി അവിടെ ചാർജ് എടുത്ത സമയത്ത് ആ വർഷം തന്നെ നെട്ടൂരിൽ വെച്ചൊരു കോൺഫറൻസ് നടത്തപ്പെട്ടു. അന്ന് മലബാർ റീജിയൻ കോൺഫറൻസ് എന്ന് തന്നെ പറയപ്പെടും. നോർത്ത് കേരള ഡയസിൻ്റെ അല്ല, മലബാർ റീജിയൻ്റെ നടത്തു. അത് കഴിഞ്ഞ ആ സമയത്ത് എന്നെ യൂത്തിൻ്റെ ഏരിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. നേരെ മറിച്ച് ബൈഫർക്കേഷൻ്റെ സമയത്ത് കൊച്ചി ഡയസിൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ജൂനിയേഴ്സും ബാക്കി മൊത്തം സീനിയേഴ്സും. മലബാർ മഹായുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു കയ്യിൽ ഒതുങ്ങുന്ന സീനിയേഴ്സും ബാക്കി മൊത്തം യങ്സ്റ്റേഴ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് സാധ്യതകൾ അനവധി, ലീഡർഷിപ്പിന് വലിയ സാധ്യതയുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തേക്കാൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലുള്ള ഒരു മഹാനവിയാണ്. അത് നിങ്ങൾ വിനിയോഗിക്കണം. ആ ലീഡർഷിപ്പ് ശരിയായിട്ട് വിനിയോഗിച്ചാൽ ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള കപ്പാസിറ്റിയുള്ള ജൂനിയർ അച്ഛന്മാരാണ് നമുക്കുള്ളത്. അപ്പോൾ റോട്ടച്ചൻ പറഞ്ഞ പോലെ വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അത് ചെയ്തു തരാൻ സാധിക്കട്ടെ. ആദ്യം ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്ത സമയത്തും ഇതുപോലെ വലിയൊരു മഴക്കാലത്താണ് വരുന്നത്. അങ്ങനെ ആ വീട് നശിച്ചു പോകാൻ കാരണമായ പാറക്കല്ല്, ആ കല്ല് തന്നെ പൊട്ടിച്ചിട്ടാണ് ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. ഞാനും വൈഫും ബിനോയിൻ്റെ, പിന്നെ എടച്ചേരി അച്ഛനും റോട്ടച്ചനും കൂടെ വന്നിട്ടാണ് നോക്കി. ഇത്ര വർഷത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടാൻ അതൊരു മുഖാന്തരമായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് സഹായിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് അതിന് ഇത്രയും പ്രായമായിട്ട് ഞങ്ങൾ, എൻ്റെ ജൂനിയറായിട്ട് അച്ഛൻ പഠിച്ചെങ്കിൽ അച്ഛൻ എന്നെക്കാളും സീനിയറാണ് പ്രായത്തിൽ.
അതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ബാംഗ്ലൂർ ദേവാലയത്തിലേക്ക് റോബർട്ട് അച്ഛൻ കത്തെഴുതുകയും അതിനുശേഷം ചെറിയച്ഛനും യുവജന സഖ്യാംഗങ്ങളും അവിടെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ അവിടുന്ന് മടങ്ങാനായിട്ട് പ്രിയപ്പെട്ടവർക്ക് സാധിച്ചു. പ്രത്യേകാൽ ആ ദേവാലയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതി കരയറ്റുകയാണ്. അവിടുത്തെ ജനത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതൊരു ആവശ്യവും പ്രത്യേകിച്ച് മലബാർ മഹായിടവയ്ക്ക് വേണ്ടി അറിയിക്കുമ്പോൾ ഇപ്പോൾ ഒരു പരാതി അവിടെ ഉള്ളതെല്ലാം മലബാർ മഹായിടവയ്ക്കാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു പരാതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ഇല്ലായ്മയിലും അവരുടെ ഉള്ളതിൽ നിന്ന് മാറ്റിവെച്ച് ദൈവജനത്തെ സഹായിക്കുന്നതിന്, മഹായിടവകയെ സഹായിക്കുന്നതിന് ആ ദേവാലയം കാണിക്കുന്ന എല്ലാ മനസ്സിനെയും നിങ്ങൾ ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേക കണ്ണൂർ ഏരിയ അത് എൻ്റെയും കൂടി ഏരിയയാണ്. ഞങ്ങളുടെ സ്വന്തം കൂട്ടുകാർ അല്ലെങ്കിൽ സഹോദരങ്ങളാണ് ഈ യുവജന സഖ്യാംഗങ്ങൾ. അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നത് ഒരു സ്വയത്തിനു വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന ഒരു ബോധ്യമാണ് എനിക്കുമുള്ളത്. പ്രത്യേകാൽ ഇതിന് മുൻകിട്ടിറങ്ങിയ റെജിനോൾഡ് അച്ഛനെയും റോബർട്ട് അച്ഛനെയും ചീരനച്ഛനെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഡേയ്സിനെയും സാംസനെയും റിഞ്ചുവിനെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഈ ഭവനം ഈ ദേശത്ത് ഒരു മുഖാന്തരമാകട്ടെ, ഒരു മാതൃകയായി തീരട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒരു ഭവനം പണിതു കൊടുത്തു അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് ഏരിയ ചിന്തിക്കാതെ ഇതിൽ നിന്ന് ഊർജം കൈക്കൊണ്ട് ഇനിയുള്ള നാളുകളിലും വലിയവ ചെയ്യുവാൻ, ദൈവസന്നിധിയിൽ നന്മ കരയറ്റുവാൻ നിങ്ങളെ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താക്കോൽ ദാനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനമുള്ള മലബാർ മഹായിടവക റൈറ്റ് റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയെ ക്ഷണിക്കും. സ്വീകരിക്കുന്നതിനായിട്ട് ജോണിനെയും ജിറ്റിയും. ഓക്കെ, താങ്ക് യു. ഇരിക്കാം. ക്ലബ്ബ് സെക്രട്ടറി തമ്പി അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഫറൂഖ് ചർച്ചിലെ വികാരി റെജിനോൾഡ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. സുജിത്തയ്യൻ, ബിബിനയ്യൻ, പിന്നെ എല്ലാ അച്ഛനോടുമുള്ള പൊതുവായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളോടുള്ള നന്ദി അറിയിക്കുകയും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള യുവജനങ്ങളോടുള്ള നന്ദി അറിയിക്കുകയും എക്സിക്യൂട്ടീവ് മെമ്പർ, കൗൺസിൽ മെമ്പർ, പാസ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മുഴുവൻ പേരോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ജോലിക്ക് വേണ്ടി സഹായിച്ച ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സാമ്പത്തികമായും മറ്റു സേവനം വഴിയും ഇവിടെ പല രീതിയിലും പല വിധത്തിലും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് ഈ സമയത്ത് ചുരുങ്ങിയ സമയത്ത് പറയാൻ സാധിക്കുകയില്ല. എന്നാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം മുന്നിട്ട് നിന്നതിനാൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിച്ചു. അതിനാൽ ആദ്യം ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നന്ദി പറയാനായിട്ടാണ് ഞാനിപ്പോൾ. നിങ്ങളുടെ നന്ദി പറഞ്ഞാലൊന്നും തീരുന്ന വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. ബഹുമാനപ്പെട്ട തിരുമേനി, തമ്പിയച്ഛൻ, റെജിനോൾഡ് അച്ഛൻ, റോബർട്ട് അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായ ഡേയ്സൺ, സാംസൺ, ഇവരെ ഒന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ സഹോദരങ്ങളാണ്. ഒരു ഭവനം ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ഞങ്ങൾക്ക് ദൈവത്തിലൂടെ ഞങ്ങൾക്കത് നൽകി തന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുടുംബത്തോടും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ ഈ മധ്യാഹ്നം അടിയുടെ ജീവിതയാത്രയിൽ നൽകി തന്നിരിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകുമെന്ന് പാട്ടുകാരൻ ചോദിക്കുമ്പോൾ, കർത്താവെ ഒന്നുമില്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതമല്ലാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. കർത്താവെ, ഈ മനോഹരമായൊരു ഭവനം ചമയ്ക്കുവാൻ
കർത്താവ് ഒരുക്കപ്പെട്ട പ്രിയ മക്കളെയാണ് കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. സഭയായി ലഭിച്ചിരിക്കുന്ന ഒരു വലിയ കൈത്താങ്ങൾ ഇതിനക്ഷീണമായി പരിശ്രമിച്ച ദൈവമേ പ്രിയ റോബർട്ട് അച്ഛൻ കർത്താവെ, അതിൽ കണ്ണൂർ ഏരിയ യുവജന സഖ്യ ഓരോ യുവജനങ്ങളെയും അങ്ങനെ കരങ്ങളിലേക്ക് തരുന്നു. അഭിബന്ധിത തിരുമേനോട് ലഭിച്ചിരിക്കുന്ന കർത്താവ് ഒരു വലിയ നേതൃത്വം, അതോടൊപ്പം തന്നെ ദൈവം ഞങ്ങളുടെ ഒപ്പം സന്നിഹിതരായ പ്രിയമക്കളെ ഞങ്ങൾ കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. മറ്റുള്ള കർത്താവ് സംഘടനകൾക്കൊക്കെ ഒരു മാതൃകയായി നിലകൊള്ളുവാൻ ഈ നാളിലൊക്കെ കണ്ണൂർ ഏരിയ യുവന സഖ്യത്തെ നീ ഉപയോഗിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവെ. തുറന്നും അങ്ങയുടെ അനന്തമായ കൃപയിൽ ചേർന്ന് വസിക്കുവാൻ, അനേകമായ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കർത്താവ് നീ യുവജനത്തിലൂടെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൈത്താങ്ങ് നൽകിയ എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു, അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഇവിടെ സന്നിഹിതരായ എല്ലാ വൈദികരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സന്നിഹിതരായ എല്ലാ ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇവിടെ വസിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. ഇവിടെ മുതൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന പുതിയ ജീവിതം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ സ്വർഗം അങ്ങ് അനുവദിക്കണമേ. സകലവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടെ, വിശേഷിച്ച് ഈ ഭവനത്തോടുകൂടിയും ഭവനത്തിൽ പാർക്കുന്നവരോടുകൂടിയും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.